തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ, തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ. നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ. മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ. നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, നമ്മളൊരാളോട് ഈശോയെക്കുറിച്ച് വളരെ തീക്ഷ്ണമായി സംസാരിക്കുകയാണ്. പക്ഷെ അയാളാകട്ടെ നമ്മൾ പറയുന്നതൊന്നും പരിഗണിക്കുന്നതേയില്ല. പലപ്പോഴും പുച്ഛഭാവത്തോടെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായി നമ്മൾ വളരെ ശുഭിതരാകാൻ സാധ്യതയുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ശുഭിതരാകുന്ന 2 ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയെക്കുറിച്ച് ഗ്രാമത്തിൽ പ്രസംഗിക്കാൻ പോയ ഈശോയെ അവർ സ്വീകരിക്കുന്നില്ല എന്നറിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഞങ്ങളവരെ നശിപ്പിക്കാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ഈശോയോട് പറയുന്ന യാക്കോബിനെയും യോഹന്നാനെയും ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ വചനവും ഈ സംഭവങ്ങളൊക്കെ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ ദാനമാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. എന്തുകൊണ്ട് പള്ളിയിൽ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യാനിയായി പോയതുകൊണ്ട് എന്ന് പറയുന്നവരാണ് മിക്കവരും. ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിച്ചതിൻ്റെ വലിയ കൃപകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. കർത്താവ് അനുവദിച്ചതുകൊണ്ടാണ് കൂദാശകളുടെ സ്വീകരണത്തിലും ക്രൈസ്തവ വിശ്വാസത്തിലും നമുക്ക് വളരാനിടയായത് എന്നുള്ള വലിയ തിരിച്ചറിവ് എന്നാണ് നമുക്ക് ലഭിക്കുക? പ്രിയമുള്ളവരെ, മറ്റുള്ളവർ കർത്താവിനെ തിരിച്ചറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ വിശ്വാസമെന്ന വലിയ ദാനം സ്വീകരിച്ചവരാണ് നാം എന്നുള്ള വലിയ തിരിച്ചറിവും ഒപ്പം തന്നെ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. കർത്താവെ, വിശ്വാസമെന്ന ആ വലിയ ദാനം ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നൽകണമേ എന്ന പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കേണ്ടത്. അതിനുള്ള വലിയ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.